കൊച്ചി കായലിന്റെ തീരത്ത് ഏറ്റവും മനോഹരമായിടത്ത് നിർമ്മിച്ചിരിക്കുന്ന അസ്പിൻവാൾ കൊട്ടാരമാണ് ബിനാലെയുടെ പ്രധാന വേദി. അതിനോട് ചേർന്നുള്ള കയർ ഗോഡൌണും കൂടെ ചേർന്ന ഈ വേദിയിൽ 25ഓളം ഇൻസ്റ്റലേഷൻസ് അഥവാ നിർമ്മിതികളാണ് ഈ ബിനാലെയുടെ പ്രത്യേകത. ൽ ജോൺ എച്ച് അസ്പിൻവാൾ നിർമ്മിച്ച ഈ കൊട്ടാരത്തിന്റെ പകുതി ഭാഗം ഇപ്പോൾ DLF എന്ന ഡൽഹി ആസ്ഥാനമായുള്ള കമ്പനിയുടെ കൈവശമാണ്. ഇത് മുഴുവനായും കഴിഞ്ഞ 5ാമത്തെ ബിനാലേക്ക് വരെ ഉപയോഗിച്ചിരുന്നു. മുതൽ 3 വർഷക്കാലം ഈ കൊട്ടാരം ഫോർട്ട് കൊച്ചി മുനിസിപ്പാലിറ്റിയുടെ ആസ്ഥാനമായിരുന്നു. ആ സമയത്ത് ബ്രിട്ടീഷുകാരനായ ജോൺ എച്ച് അസ്പിൻവാൾ മുനിസിപ്പാലിറ്റിയുടെ വൈസ് ചെയർമാനും പോർച്ചുഗീസുകാരിയായ മോണിക്ക ഡി മിരാൻഡയുടെയും എത്യോപ്യൻ ഇൻസ്റ്റലേഷനുമൊക്കെ നമുക്ക് ചിന്തിക്കാൻ അവസരം നൽകുന്നതാണ്. ജർമ്മനി, ബ്രിട്ടൻ, മൗറീഷ്യസ്, പാകിസ്ഥാൻ, ശ്രീലങ്ക എന്നിവിടങ്ങളിൽ നിന്നുമുള്ള കലാകാരന്മാരും കലാകാരികളും വേദി പ്രയോജനപ്പെടുത്തിയിരിക്കുന്നു. കായലിന്റെ തീരത്തെ ഭക്ഷണശാലയും ബിനാലെയുടെ കടയുമൊക്കെ പുതുമയുള്ളവയാണ്. അസ്പിൻവാൾ കൊട്ടാരത്തിന്റെ തൊട്ടു മുന്നിലായി റോഡിന് എതിർവശത്ത് കബ്രാൽ യാർഡ് എന്ന ഒരിടമുണ്ട്. AD 1500 13 കപ്പലുകളിലായി 700ഓളം പേരുമായി കൊച്ചിയിലെത്തിയ അഡ്മിറൽ പെഡ്രോ അൽവാരസ് കെബ്രാളിന്റെ സ്മരണ ഉണർത്തുന്ന ഇവിടെ അക്കാലത്തെ പുരാതന നിർമ്മിതിയുടെ അവശിഷ്ടങ്ങൾ മാത്രമായിരിക്കുന്നു. 1503 കൊച്ചിയിൽ നിർമ്മിച്ച ഇമ്മാനുവേൽ ഫോർട്ടിന്റെ ചില അവശിഷ്ടങ്ങൾ മാത്രമേയുള്ളൂ. പിൽക്കാലത്ത് വന്ന് കൊച്ചിയെ കീഴടക്കിയ ഡച്ചുകാർ എന്ന ലന്തക്കാരും ബ്രിട്ടീഷുകാരും ആ ഫോർട്ടിനെ നശിപ്പിക്കാൻ ശ്രമം നടത്തിയിട്ടുണ്ട്. അക്കാലത്തെ പോർച്ചുഗലിന്റെ ചക്രവർത്തിയായിരുന്ന ഇമ്മാനുവലിന്റെ പേരിലുള്ള ആ ഫോർട്ടും ചരിത്രത്തിന് ഭാഗം. ഇമ്മാനുവേൽ ചക്രവർത്തി കൊച്ചിയിലേക്ക് ഒരു ഭരണകർത്താവ് അഥവാ വൈസ്രോയിയെ നിയമിച്ചു. 1510 അൽഫോൺസ ആൻബുക്കർക്ക് എന്ന നാവികന്റെ സൈന്യം ബിജാപൂർ സുൽത്താനെ തോൽപ്പിച്ച് ഗോവ പിടിച്ചെടുത്തു. ബിജാപൂരിന്റെ അയൽ രാജ്യങ്ങളുടെ സഹായത്തോടെയുള്ള ഈ വിജയം തുടർന്നുണ്ടായ 4.5 നൂറ്റാണ്ടുകൾ ഗോവയെ കൈവശം വയ്ക്കാൻ അവരെ സഹായിച്ചു. തുടർന്ന് മഹാരാഷ്ട്രയുടെ തീരത്തെ ദാമൻ, ഗുജറാത്തിന്റെ തീരത്തെ ദ്യൂ എന്നിവയും അവർ പിടിച്ചെടുത്തു. തീർന്നില്ല, ദാദ്ര, നഗർ ഹവേലി എന്നീ പ്രദേശങ്ങളും അവരുടേതായി. അങ്ങനെ ഗോവയിൽ ആധിപത്യം ഉറപ്പിച്ച ശേഷം
കൊച്ചിയിലെ വൈസ്രോയിയായ ഫ്രാൻസിസ്കോ ഡി അൽമേഡ അദ്ദേഹത്തിന്റെ ആസ്ഥാനം ഗോവയിലേക്ക് മാറ്റി. 1530 മുതൽ 1961 വരെ വൈസ്രോയിയുടെ ആസ്ഥാനം ഗോവയിൽ തുടർന്നു. 1535 അവർ ബോംബെ ഹാർബർ പിടിച്ചടക്കി. 1661 പോർച്ചുഗീസ് രാജകുമാരിയായിരുന്ന കാതറിൻ ഡി ബ്രിഗാൻസായും ബ്രിട്ടീഷ് രാജകുമാരനായ ചാൾസ് രണ്ടാമനും തമ്മിലുള്ള വിവാഹത്തിന് സ്ത്രീധനമായി നൽകിയത് ബോംബെ ഹാർബറും സമീപത്തെ 7 ദ്വീപുകളുമായിരുന്നു. പിന്നീട് അവർ അത് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് കൈമാറി. ഇന്ത്യ സ്വതന്ത്രമായ ശേഷം 1954 ദാദ്രയും നഗർ ഹവേലിയും പോർച്ചുഗലിന് നഷ്ടമായി. 1961 ജവഹർലാൽ നെഹ്റുവിന്റെ നിർദ്ദേശപ്രകാരം ഇന്ത്യൻ ആർമി ഗോവയിലേക്ക് മാർച്ച് ചെയ്തു. അങ്ങനെ 4.5 നൂറ്റാണ്ട് കാലത്തെ പോർച്ചുഗീസ് ഭരണത്തിന് അവസാനമായി. 1546 മാർച്ച് 6 പോർച്ചുഗീസ് രാജാവായിരുന്ന ജോൺ മൂന്നാമന്റെ ഉത്തരവ് പ്രകാരം ഗോവയിൽ ഭീകരമായ മതപീഡനത്തിന് തുടക്കമിട്ടു. ഗോവയിലുള്ളവരൊക്കെ ക്രിസ്തുമതം സ്വീകരിക്കണം, അല്ലാത്ത പക്ഷം അവിടെ ജീവിക്കാനാവില്ല. കുറെ പേർ അതനുസരിച്ചു. ധാരാളം പേർ ജീവനും കൊണ്ട് ഓടി രക്ഷപ്പെട്ടു. മതപരിവർത്തനത്തിന് തയ്യാറാക്കാതിരുന്ന മുസ്ലിം വിഭാഗത്തിന് പ്രത്യേകം കരം ഏർപ്പെടുത്തി. ധാരാളം ഹിന്ദു ആരാധനാലയങ്ങൾ നശിപ്പിക്കപ്പെട്ടു. ഗോവയിൽ നിന്നും സകലതും ഉപേക്ഷിച്ചു അവരുടെ വിശ്വാസം സംരക്ഷിക്കാനായി ഓടി രക്ഷപ്പെട്ടവർ നമ്മുടെ ഈ നാട്ടിലുമുണ്ട്. ഈ ക്രൂരതയ്ക്കെതിരെ സമീപ രാജ്യങ്ങൾ ശബ്ദമുയർത്തിയെങ്കിലും ഒന്നും സംഭവിച്ചില്ല. അക്കാലത്ത് ഗോവാക്കാരെ 3 തരം തിരിക്കാമായിരുന്നു. ക്രൈസ്തവരായിട്ടുള്ളവർ, പരിവർത്തിത ക്രൈസ്തവർ, ക്രൈസ്തവർ അല്ലാത്തവർ എന്നിങ്ങനെ. ക്രിസ്ത്യാനികളല്ലാത്തവർക്ക് ജോലികൾ നിഷേധിക്കപ്പെട്ടു. കൊങ്കൺ, സംസ്കൃതം എന്നീ ഭാഷകളിലുള്ളതെല്ലാം നശിപ്പിക്കപ്പെട്ടു. 17-ാം നൂറ്റാണ്ടിന്റെ അവസാനമായപ്പോൾ 2.5 ലക്ഷം വരുന്ന ഗോവക്കാരിൽ ക്രൈസ്തവർ അല്ലാത്തവർ വെറും 10% ചുരുങ്ങി. യേശുദേവന്റെ നാമത്തിലാണ് ഇതൊക്കെ നടന്നതെന്നോർക്കുമ്പോൾ സഹിക്കാനാവില്ല. 1566 പോർച്ചുഗീസുകാർ അവിടുത്തെ സെന്റ് പോൾസ് കോളേജിനോട് ചേർന്ന് ഒരു അച്ചടിശാല സ്ഥാപിച്ചു. അതായിരുന്നു ഇന്ത്യയിലെ ആദ്യത്തെ പ്രസ്. പോർച്ചുഗീസുകാർ ജാതിക്കെതിരായിരുന്നു. എന്നാൽ ഗോവയിൽ ബ്രാഹ്മണ ക്ഷത്രിയ വിഭാഗങ്ങളിൽ നിന്നും ക്രിസ്ത്യാനികളായവർ തന്നെ 1757 മതപരിവർത്തനത്തിന് മുന്നിൽ നിന്നിരുന്ന ജെസ്യൂട്ട് വൈദികരെ ഗോവയിൽ നിന്നും ഓടിച്ചുവിട്ടു. കേരളത്തിലേക്ക് വന്നാൽ ഇവർ ഇവിടുത്തെ സെന്റ് തോമസ് ക്രിസ്ത്യാനികളുമായി തുടക്കത്തിൽ വലിയ ചങ്ങാത്തത്തിലായിരുന്നു. പതുക്കെ അവരെ റോമിന്റെ സംവിധാനത്തിലേക്ക് കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചു. അന്നത്തെ കേരള ക്രൈസ്തവർ കരവഴി ഇറാഖിലെയും സിറിയയിലെയും ക്രൈസ്തവ സഭകളുമായിട്ട് ഒത്തുപോകുകയായിരുന്നു. അവിടങ്ങളിൽ നിന്നും വരുന്ന ആർച്ച് ബിഷപ്പും നാട്ടുകാരനായ ഒരു ആർച്ച് ഡീക്കനും ചേർന്നാണ് സഭയെ നയിച്ചിരുന്നത്. ഇത്തരത്തിൽ അങ്കമാലി ആസ്ഥാനമായി ഉണ്ടായിരുന്ന ആർച്ച് ഡയസ് ഇവരുടെ കണ്ണിലെ കരടായി. അത് ശരിയല്ല, നിങ്ങളൊക്കെ ലത്തീൻ സഭയുടെ കീഴിലേക്ക് വരണം എന്ന പോർച്ചുഗീസുകാരുടെ വാശി കേരള ക്രിസ്ത്യാനികൾക്ക് അംഗീകരിക്കാൻ കഴിഞ്ഞില്ല. 1556 കിഴക്ക് നിന്നും എത്തിയ മാർ അബ്രഹാം എന്ന ആർച്ച് ബിഷപ്പിനെ പോർച്ചുഗീസുകാർ കസ്റ്റഡിയിലെടുത്തു. പോർച്ചുഗലിന്റെ തലസ്ഥാനമായ ലിസ്ബണിലേക്ക് കൊണ്ടുപോയി. കപ്പൽ ആഫ്രിക്കയിലെ മൊസാംബിക്കിലെത്തിയപ്പോൾ ആർച്ച് ബിഷപ്പ് മാർ അബ്രഹാം രക്ഷപ്പെട്ടു. ഇതോടെ ഗോവയിലെ വൈസ്രോയിയുടെ പിന്തുണയോടെ ഗോവൻ ആർച്ച് ബിഷപ്പായിരുന്ന അലക്സിസ് മെൻസിസ് കേരളത്തിലേക്കെത്തി. ലത്തീൻ വൽക്കരണത്തിന്റെ ശ്രമങ്ങൾ ശക്തിപ്പെടുത്തി. അങ്കമാലി ആർച്ച് ഡയസിനെ തരം താഴ്ത്തി ഗോവൻ ആർച്ച് ബിഷപ്പിന്റെ കീഴിലാക്കി. ഇത് ഈ നാട്ടുകാരായ സെന്റ് തോമസ് ക്രിസ്ത്യാനികളിൽ വല്ലാത്ത അമർഷം ഉണ്ടാക്കി. ഇതൊക്കെ നേരെയാക്കാനായി ഇന്നത്തെ എറണാകുളം ജില്ലയിലെ ഉദയംപേരൂർ എന്ന സ്ഥലത്ത് ഒരു സുന്നഹദോസ് വിളിച്ചു ചേർത്തു.
തദ്ദേശീയ ക്രിസ്ത്യാനികൾക്ക് അവിടെ ഉണ്ടായ പല തീരുമാനങ്ങളും അംഗീകരിക്കാനായില്ല. പള്ളികളിൽ തിരുസ്വരൂപങ്ങൾ സ്ഥാപിക്കാൻ ആരംഭിച്ചു. വൈദികർക്ക് ബ്രഹ്മചര്യം നിർബന്ധമാക്കി. ഹൈന്ദവ ആഘോഷങ്ങളിൽ പങ്കെടുക്കുന്നതിൽ നിന്നും ക്രിസ്ത്യാനികളെ വിലക്കി. ശൈശവ വിവാഹം നിരോധിച്ചു. ഒന്നിൽ കൂടുതൽ വിവാഹം നിരോധിച്ചു. കുടുംബത്തിൽ സ്വത്തിനും പദവിയിലും ആണിനും പെണ്ണിനും തുല്യത വരുത്തി. കുർബാനയിലടക്കം കാതലായ മാറ്റം വരുത്തി. 1599 ജൂൺ 20 മുതൽ നടത്തിയ സുന്നഹദോസ് സെന്റ് തോമസ് ക്രിസ്ത്യാനികളിൽ വലിയ മാനസിക പിരിമുറുക്കം സൃഷ്ടിച്ചു. ആർച്ച് ബിഷപ്പ് മെനസിസിന്റെ നേതൃത്വത്തിൽ ഓരോ പള്ളികളിലും കയറിയിറങ്ങി. അവിടങ്ങളിലുണ്ടായിരുന്ന അരാമിയ, ഹീബ്രു, സിറിയൻ ഭാഷകളിലെ പുസ്തകങ്ങളൊക്കെ നശിപ്പിച്ചു. കുർബാന പുസ്തകം മാത്രം വിട്ടുകൊടുത്തു. മുറിവേറ്റ സെന്റ് തോമസ് ക്രിസ്ത്യാനികൾ കൊച്ചിയിലെ മട്ടാഞ്ചേരിയിൽ ഒത്തുകൂടി ഒരു കുരിശ് സ്ഥാപിച്ചു. എല്ലാവർക്കും അതിൽ പിടിക്കാനാവാത്തതിനാൽ കുരിശിന്മേൽ ഒരു വടം കെട്ടി അതിൽ പിടിച്ച് ശപഥം ചെയ്ത് പോർച്ചുഗീസുകാരുമായുള്ള ബന്ധം ഉപേക്ഷിച്ചു. വടത്തിലൂടെ കുരിശ് കുറച്ച് ചരിഞ്ഞതിനാൽ ആ സത്യം ചെയ്യലിനെ കൂനൻ കുരിശ് സത്യം എന്നാണ് ചരിത്രത്തിൽ വിളിക്കുന്നത്. കേരളത്തിലെ ക്രൈസ്തവ സമൂഹം രണ്ടായി പിരിഞ്ഞു. 1653 ജനുവരി 3 നടന്ന ഈ സംഭവം കേരള ക്രൈസ്തവരിൽ വല്ലാത്ത മുറിവുണ്ടാക്കി. അവിടെ നിന്നും 10 വർഷം കഴിഞ്ഞ് ലന്തക്കാർ എന്ന ഡച്ചുകാർ എത്തിയതോടെ പറങ്കികൾ എന്ന പോർച്ചുഗീസുകാർ കേരളം വിട്ടുപോയി. അപ്പോഴും ഗോവയിൽ ഈ പറങ്കികൾ അവരുടെ ക്രൂരത തുടരുകയായിരുന്നു.